ഇപ്പോൾ ഇറാൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കുറഞ്ഞു പോയ പോലെ ഐസൊലേറ്റഡ് ആയ ഒരു ഫീലിംഗ് ഇറാനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹമാസിൻ്റെ പേരിലുള്ള ട്രീറ്റിയുടെ കാര്യം തന്നെ എടുത്താൽ മതി. പല രാജ്യങ്ങളും അതിൽ ഇൻവോൾവ് ആണ്. അമേരിക്കയുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് ഗാസയുണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇസ്രായേലുണ്ട്, ഖത്തറുണ്ട്, ഈജിപ്തുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ഇതിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ അതിൽ എങ്ങും നോവെയർ ഇൻ ദി പിക്ചർ ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാന് യാതൊരു പ്രസക്തിയില്ല, അവിടെയൊന്നും കാണപ്പെടാനില്ല. ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത് അവർ റിംഗ് ഓഫ് ഫയർ എന്ന് പറയാറുണ്ട്, പിന്നെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്, ഇസ്രായേൽ അതിനെ ആക്സിസ് ഓഫ് ഈവിൾ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങളെയൊക്കെ കൂടെ നിർത്തി പ്രോക്സി ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ സൈൻ ചെയ്യേണ്ട സമയം വന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ വെറുതെ വേപ്പല പോലെ ആയിപ്പോയി എന്നാണ് ഇപ്പോൾ കണ്ടാൽ തോന്നുന്നത്. ഇറാൻ്റെ പേരാരും പറയുന്നില്ല, ഇറാൻ്റെ ഒരു ഫോട്ടോയിലും കാണപ്പെടുന്നുമില്ല ഇറാൻ്റെ ആരും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇത് ഹമാസായിട്ടുള്ള പ്രശ്നം തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറാന് ഒരു സൗഹൃദം ആവശ്യമാണ്, ആരെങ്കിലും സുഹൃത്തായിട്ട് കിട്ടണം. അപ്പോൾ അവർ നോക്കുമ്പോൾ ഏറ്റവും പറ്റിയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശക്തിയും ഉള്ള സുഹൃത്തെന്ന് പറഞ്ഞാൽ റഷ്യയാണ് പോസിബിളായിട്ടുള്ളത്. കാരണം മറ്റേ ഉള്ള പ്രോക്സീസ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിവൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ റഷ്യയായിട്ട് അടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.